ഹായ് ഓൾ, ഞാൻ ഷഹന അനീഷ്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ആരെങ്കിലും ചുരിദാർ കട്ട് ചെയ്ത് നോക്കുകയോ സ്റ്റിച്ച് ചെയ്ത് നോക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ. കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം. ആ വീഡിയോ കണ്ടതിന് ശേഷം ഇത് കാണുകയാണെങ്കിൽ ഒന്നുകൂടി നമുക്ക് കറക്റ്റ് ആകുവേ. തമ്പനയിൽ കണ്ടതുപോലെ നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോ ഏറ്റവും ലാസ്റ്റ് വരെ ആരും സ്കിപ്പ് ചെയ്തു പോകരുത്. ഏറ്റവും ലാസ്റ്റ് വരെ കാണുന്ന എൻ്റെ വോയിസും കേട്ട് ഞാൻ കട്ട് ചെയ്ത് കാണിക്കുന്ന ആ ഭാഗങ്ങളുമൊക്കെ ഒന്ന് കറക്റ്റ് കാണുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കഴിയുമ്പോൾ 100% പെർഫെക്റ്റായിട്ട് ഒരു സ്ലിറ്റ് ചുരിദാർ സ്വന്തമായിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിടാൻ പറ്റും നിങ്ങൾക്ക്. ഇത് കണ്ടതിന് ശേഷം നിങ്ങൾ സ്ലിറ്റ് ചുരിദാർ മാത്രമല്ല, നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ ഫ്രോക്ക്, അല്ലെങ്കിൽ ഫുൾ ഗൗണ്, ഏലൈൻ പർദ, അതുപോലെ തന്നെ അങ്ങനത്തെ നമുക്ക് അത്യാവശ്യം മോഡേണായ എല്ലാ ഡ്രസ്സും തയ്ക്കാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് വരുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് വെറുതെ പറയുന്നതാണെന്ന്. ഇത് വെറുതെ പറയുന്നതല്ല. ഒരിക്കലും ഒരു റീച്ചിന് വേണ്ടി മാത്രമല്ല ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഞാൻ ഈ വീഡിയോ ഇടുന്നത് കൊണ്ടും നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് കൊണ്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവണം. അല്ലാതെ എൻ്റെ വോയിസ് കേട്ടുകൊണ്ട് ഇരുന്നത് കൊണ്ടോ വെറുതെ ഒരു വീഡിയോ കണ്ടത് കൊണ്ടോ ഒന്നും നിങ്ങൾക്കൊരു ഉപകാരം ഉണ്ടായില്ലെങ്കിൽ ഇതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഇപ്പോൾ ഞാൻ ഈ തുണിയൊക്കെ എടുക്കുന്നത്, മാക്സി ക്ലോത്തൊക്കെ എടുക്കുന്നത് ഞാൻ ഇന്ന് സ്റ്റിച്ച് ചെയ്ത് എനിക്ക് കട്ട് ചെയ്യാനുള്ളതാണ്. ഇന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ള തുണികളാണ്. അത് ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. ഇത്രയും നിങ്ങളോട് എനിക്ക് സംസാരിക്കണം. ഞാൻ നിങ്ങളെ ആ ഒരു കട്ട് ചെയ്ത് തുണി കാണിക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് ഇത്രയൊന്ന് സംസാരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇതുപോലെ വെറുതെ ഈ വീഡിയോ ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ഈ ഒരു വോയിസും വീഡിയോയും കഴിയുമ്പോൾ നിങ്ങൾ സ്വന്തമായിട്ടൊരു ചുരിദാർ പെർഫെക്റ്റായിട്ട് തയ്ച്ചിട്ടിരിക്കും, സ്റ്റിച്ച് ചെയ്ത് ഇട്ടിരിക്കും. അതായത് സ്റ്റിച്ചിങ്ങിൽ അതിൻ്റെ യഥാർത്ഥ മെത്തേഡ് മനസ്സിലായാൽ പിന്നെ നമുക്ക് ഏത് മോഡലും തനിയെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഇടാം. അതിൻ്റെ ഒരേ ഒരു തെളിവ് ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ കാണിക്കും. ഇതിനകത്ത് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു 2 3 ഒരു സ്റ്റിച്ചിങ്ങിലുള്ള എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരാമെന്നുള്ളത്. അതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ്. ആദ്യം തന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് അത്രയ്ക്ക്, അതായത് എല്ലാ സ്റ്റിച്ചിങ്ങിൻ്റെ എല്ലാ മേഖലകളും, അതായത് ആരി വർക്ക്, ബീഡ്സ് വർക്ക്, നമ്മളിങ്ങനത്തെ എംബ്രോയ്ഡറി, പെയിൻറ്റിങ്, ഈ വക എല്ലാം പഠിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ ഒരു ഫാഷൻ ഡിസൈനർ എന്നറിയപ്പെടുന്നത്. അതിന് ഓൺലൈനായിട്ടും അല്ലാതെയും നമ്മൾ കാശ് മുടക്കി വീട്ടിൽ നിന്ന് എന്നും നമ്മൾ പണിയെല്ലാം ഇട്ടെറിഞ്ഞ് പോയി നമ്മൾ എന്ത് കാശ് മുടക്കി പഠിച്ചാലും അവിടെ നമുക്ക് ആ ടീച്ചേഴ്സിനോട് ചോദിക്കുന്നതിനൊരു പരിധി ഉണ്ട്. അത്രയും പേരെ പഠിപ്പിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ആ ടീച്ചേഴ്സിനോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നതിനൊക്കെ ഒരു പരിധി കാണും. ഇതങ്ങനല്ല. നമ്മൾ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് ഇത് കൃത്യമായിട്ട് നമ്മൾ യൂട്യൂബിൽ നോക്കി തന്നെയാണ് ഇത് പഠിച്ചെടുക്കേണ്ടത്. ഈ ഒരു വീഡിയോ മാത്രമല്ല, യൂട്യൂബിലെ കട്ട് ചെയ്യുന്ന വീഡിയോ, സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ, പല വീഡിയോസ് എടുത്ത് നമ്മൾ ഒരേ മോഡൽ തന്നെ മാറി മാറി കാണണം. ഓരോരുത്തരും ഇടുന്ന വീഡിയോസ് ഓരോ മെത്തേഡിലായിരിക്കും. അപ്പം നമുക്കതെല്ലാം മനസ്സിലാകും. എന്നിട്ട് ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് സ്വന്തമായിട്ടൊരു മെത്തേഡ് കണ്ടുപിടിക്കണം. കട്ട് ചെയ്യുമ്പോൾ അത് പല പ്രാവശ്യം കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു മെത്തേഡ് നമ്മുടെ മനസ്സിൽ തന്നെ വരും. ഇനി സ്റ്റിച്ച് ചെയ്യാൻ നമുക്ക് ആഗ്രഹമുള്ള വ്യക്തികളാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു മൂവി സീൻ കാണുന്നു, അതിലൊരു സോങ്ങിൽ നായിക, അതിലൊരു പെൺകുട്ടി നല്ലൊരു ചുരിദാർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല ഡ്രസ്സ് ഇട്ട് വരുമ്പോൾ നമ്മൾ ആ ഡ്രസ്സ് നല്ല കറക്റ്റ് നമ്മൾ നോക്കണം. അതിൻ്റെ നെക്കിൻ്റെ ഇറക്കം, അതിൻ്റെ വീതി, ഇതെല്ലാം കൃത്യമായിട്ട് നമ്മൾ നോക്കി മനസ്സിലാക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ഷോൾഡർ ആം ഹോളിൻ്റെ അടിപ്പൊരെണ്ണം നമ്മൾ കൈ വെച്ച് പിടിപ്പിക്കുന്നതിൻ്റെ അത് ഏത് ഭാഗത്താണ് വന്നേക്കുന്നതെന്ന് നോക്കണം. അത് മുകളിലോട്ട് കയറിപ്പോയാലും ഷോൾഡർ കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങിപ്പോയാലും പക്ക ബോറായിരിക്കും ഒരു ചുരിദാർ തയ്ക്കുമ്പോൾ. ഇപ്പോഴത്തെ ഓവർ സ്ലീവ് പോലത്തെ ഓവർ സൈസ് ഷോൾഡർ അല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ സാധാ സ്ലിറ്റഡ് ചുരിദാർ അല്ലെങ്കിൽ സാരി ബ്ലൗസ്, ഈ സാരി ബ്ലൗസിൻ്റെയൊക്കെ ഷോൾഡർ ഇറങ്ങിപ്പോവുകയോ കഴുത്തിൻ്റെ അങ്ങോട്ട് കയറിപ്പോവുകയൊക്കെ ചെയ്താൽ പിന്നീട് നമ്മൾ ആ ബ്ലൗസ് ഇട്ടിട്ട് യാതൊരുവിധ പ്രയോജനവും നമുക്ക് കിട്ടത്തില്ല. അപ്പം സാരി ബ്ലൗസ് ഇടുന്ന ഏറ്റവും പെർഫെക്റ്റായിട്ട് ഇട്ടേക്കുന്നവരുടെ എല്ലാം ഷോൾഡർ നമ്മൾ അടിച്ചേക്കുന്നത് നമ്മൾ നോക്കണം. അതിൻ്റെ നെക്ക് വന്നേക്കുന്നത് നമ്മൾ നോക്കണം. ബാക്ക് നെക്ക് നമ്മൾ നോക്കണം. അതെല്ലാം നോക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ
കട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മളത് നമ്മുടെ ആ ഒരു കട്ടിങ്ങിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ നോക്കണം. ഞാൻ 22 വർഷം മുമ്പ് സ്റ്റിച്ചിങ് പഠിക്കുന്ന സമയത്ത് എനിക്ക് സാരി ബ്ലൗസിൻ്റെ ഫ്രണ്ടിലെ ടക്ക് നമുക്ക് ശരിയാകത്തില്ല. എനിക്ക് 3 പേര് അന്നൊന്നും നമുക്ക് സോഷ്യൽ മീഡിയ അവൈലബിൾ അല്ല. എന്നെ പഠിപ്പിക്കുന്ന എൻ്റെ ടീച്ചർ, അതുപോലെ തന്നെ എനിക്ക് എൻ്റെ റിലേഷനിൽ തന്നെ തയ്ക്കുന്നവർ, അങ്ങനെ 3 പേര് ടീച്ചേഴ്സ് തന്നെയാണ്. അവർ ടൈലറിങ് ടീച്ചേഴ്സാണ്. അവരിങ്ങനെ പറഞ്ഞു തന്ന് 3 പേര് പറഞ്ഞിട്ടും എനിക്ക് വ്യക്തമാകുന്നില്ല. എനിക്ക് എത്ര തയ്ച്ചാലും അത് ശരിയാകത്തില്ല. പക്ഷേ ഞാനത് പഠിച്ചത് സത്യത്തിൽ കേട്ടാൽ ഒരു തമാശയായിട്ട് തോന്നുമെങ്കിലും നമ്മുടെ പഴയ കാലത്തെ ഈ നമ്മുടെ നടി ഷീലാമ്മ ഇതുപോലെ ബ്ലൗസ് തയ്ച്ചിട്ട് അന്ന് ഷോളൊന്നും എടുത്തില്ല, ഈ മുണ്ടും ബ്ലൗസും അവരുടെ വേഷം. അപ്പം ആ ഒരു ഇതിൽ അവരുടെ ടക്ക് കറക്റ്റ് ബ്ലൗസിൻ്റെ എനിക്ക് മനസ്സിലായി. അത് നമുക്ക് മറ്റൊരാൾ ഇട്ട് കാണുമ്പോഴേ നമുക്ക് അത് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അവർ ആ ബ്ലൗസ് ഇട്ടേക്കുമ്പോൾ അതിൻ്റെ ടക്കൊക്കെ അന്നത്തൊക്കെ നൈസ് തുണിയാണ്, അത് കറക്റ്റ് ടക്കടിച്ചേക്കുന്നത് ഞാനിങ്ങനെ പാട്ട് സീനിലാണെന്ന് തോന്നുന്നു. ഞാൻ അങ്ങനെ കണ്ട് ആ ഒരൊറ്റ ടേക്ക് നോക്കിയത് എനിക്ക് കറക്റ്റ് ക്ലിക്ക്. അതെങ്ങനെയാണ് അതിൻ്റെ ടക്ക് വരേണ്ടത്, അതിൻ്റെ അടിപ്പ് എവിടെ വരണം, അതിൻ്റെ കട്ടിങ് എവിടെ വരണം, ഇതെല്ലാം കറക്റ്റ്. അതിൻ്റെ ഹുക്ക് പിടിപ്പിക്കുന്നത് ഏറ്റവും വലിയൊരു ഇതായിട്ട് എനിക്ക് കിട്ടി ആ ബ്ലൗസിൽ നിന്ന്. അതിൻ്റെ 5 കൊളുത്ത് ഹുക്ക് വരുന്നത് അതിലേതെല്ലാം സ്ഥലത്ത് വരണമെന്നും അത് കഴിഞ്ഞ് ഞാൻ തയ്ച്ച ബ്ലൗസ് പെർഫെക്റ്റ് ആയിരുന്നു. പിന്നീട് സാരി ബ്ലൗസ് തയ്ച്ചതിൽ എനിക്ക് കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. ഇപ്പോൾ ഇതിവിടെ പറയാൻ കാരണം, നമ്മൾ ഓരോരുത്തരിടുന്നത് അതുപോലെ നമ്മൾ നോക്കി ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മൾ തയ്ക്കുന്നതിൻ്റെ മൈനസ് ഓരോ കട്ടിങ്ങിലും നമുക്ക് മെയിൻ്റെനൻസ് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. ആദ്യ ഭാഗത്തൊക്കെ നമുക്ക് നല്ല പോലെ മിസ്റ്റേക്ക് സംഭവിക്കാം. എന്നോട് ആദ്യമായിട്ട് സ്റ്റിച്ചിങ്ങിന് ഞാൻ പഠിക്കാൻ പോയ സമയത്ത് എൻ്റെ അപ്പൻ എന്നോട് ഷർട്ടിന് ബട്ടൺസ് വെച്ച് കൊടുക്കാൻ പറഞ്ഞു. ഓൾറെഡി ഇടുന്ന ഷർട്ടിൻ്റെ ബട്ടൺസ് പോയപ്പം ഞാനത് പഠിക്കാൻ പോയതാണല്ലോ എന്നുള്ള അഹങ്കാരത്തോടു കൂടി ഞാൻ 2 ബട്ടൺസ് വെച്ച് കൊടുത്തു. അഹങ്കാരത്തോടു കൂടി തന്നെ കൊണ്ടുവന്ന് ഷർട്ട് ഇടിയിച്ചു. ഷർട്ട് പൂട്ടാൻ നേരമാണ് എല്ലാവരും കൂടെ കളിയാക്കിയപ്പോഴാണ് എനിക്കതിൻ്റെ നമ്പർ 1 എനിക്കത് ഒരു ഭാഗം മനസ്സിലാകുന്നതിനാന്ന് ചോദിച്ചാൽ, ബട്ടൺ ഹോൾ വരുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അതേ ഭാഗത്ത് ബട്ടൺ വെച്ചാലേ നമുക്കത് ഇടിയിൽ നടക്കത്തുള്ളൂ. ഞാൻ ബട്ടൺ ഹോൾ വെച്ചെടുത്തല്ല വെച്ചത്. ബട്ടൺസ് വെക്കാൻ പറഞ്ഞു. ഞാൻ അതിൻ്റെ ഏതോ ഒരു 2 ഭാഗങ്ങളിൽ കൊണ്ടുവച്ചു. പൂട്ടിക്കഴിയുമ്പോഴത്തേക്കും അത് ഭയങ്കര ഒരു തമാശയായിട്ടാണ് കണ്ടത്. എല്ലാവരും അന്ന് എന്നെ കളിയാക്കി. അതേ കളിയാക്കിയ അപ്പൻ തന്നെയാണ് എനിക്ക് ഷോൾഡർ ക്ലിയർ ചെയ്ത് തന്നത് ഡ്രസ്സ് തയ്ക്കുന്നത്. ഞാനൊരു വലിയ പാവാടയും ബ്ലൗസും അന്ന് തയ്ച്ചിടുന്നത്. അപ്പം ഞാനൊരു ബ്ലൗസ് തയ്ച്ചിട്ടപ്പോൾ എന്നോട് പറഞ്ഞു, നീ തയ്ച്ചത് മൊത്തം കറക്റ്റാണ്, പക്ഷേ ഷോൾഡർ വന്നേക്കുന്നത് ഇറങ്ങിപ്പോയി. ആ ഷോൾഡർ നമ്മുടെ തോളിൻ്റെ കൈയുടെ ഷോൾഡർ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഭാഗത്ത് കറക്റ്റ് ആം ഹോളിനതിലെ വന്നാൽ മാത്രമേ നമുക്ക് ഡ്രസ്സ് കറക്റ്റ് ആവുള്ളൂ എന്ന് എൻ്റെ അപ്പനാണ് എന്നോട് പറഞ്ഞു തന്നത്. അത് ഇന്നും ഞാൻ മെയിൻ്റെനൻസ് ചെയ്തു പോകുന്നത് കൊണ്ട് എനിക്ക് ഷോൾഡറിന് യാതൊരു കംപ്ലൈൻറ്റും എനിക്ക് വന്നിട്ടില്ല. അങ്ങനെ നിങ്ങളുടെ എല്ലാം ഓരോ സ്റ്റിച്ചിങ് സ്റ്റാർട്ടിങ്ങിലും ഓരോ പ്രോബ്ലങ്ങളുണ്ടാകും. അതെല്ലാം നമ്മുടെ അനുഭവം കൊണ്ട് തന്നെ ഇട്ടേച്ച് പോകാതെ അനുഭവം കൊണ്ട് തന്നെ ക്ലിയർ ചെയ്ത് മാത്രമേ നമ്മൾ തയ്ച്ച് റെഡിയാക്കി എടുക്കാവുള്ളൂ. പിന്നെ വെളിയിൽ തയ്ച്ച് കൊടുക്കുന്ന സമയത്ത് ആദ്യം എല്ലാം മിസ്റ്റേക്കുകൾ വരും. പക്ഷേ ഞാൻ അന്ന് കുഞ്ഞാണ്. ഞാൻ 8ാം ക്ലാസ്സിൽ തയ്യൽ പഠിക്കാൻ തുടങ്ങിയതാണ്. 8ാം ക്ലാസ്സിൽ സ്കൂൾ അവധിക്ക്. അങ്ങനെ 10ാം ക്ലാസ് അവധി കഴിഞ്ഞ സമയത്ത് 1 മാസം കൊണ്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് പഠിച്ചത്. കാരണം എനിക്കതുപോലെ ഇഷ്ടമായിരുന്നു സ്റ്റിച്ചിങ്ങിൽ. അപ്പം ഞാൻ ചെറിയ കുട്ടിയായതുകൊണ്ട് എല്ലാവരും എന്നെ വഴക്ക് പറയത്തില്ല, ഇന്നതാണ് കംപ്ലൈൻറ്റ് ഇന്നതാണെന്ന് പറഞ്ഞു തരത്തേ ഉണ്ടായിരുന്നുള്ളതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് സ്റ്റിച്ചിങ് പഠിക്കാൻ പറ്റി അന്നത്തെ കാലത്ത്. ഇന്നിപ്പം നമ്മളെ സംബന്ധിച്ച്, അതായത് ഇപ്പോൾ തുടക്കക്കാരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയ ഇത്രയും അവൈലബിളായിട്ട് കിട്ടിയ സമയത്ത് വെറുതെ പൈസ മുടക്കി ഓൺലൈനായിട്ടും ഓരോ കടകളിൽ പോയി അല്ലെങ്കിൽ ഓരോ സെൻറ്ററുകളിൽ പോയി സ്റ്റിച്ചിങ്ങോ ഫാഷൻ ഡിസൈനിങ്ങോ ഒന്നും പഠിച്ച് പൈസ കളയാനും സമയം കളയാനും നിങ്ങൾ നിൽക്കണ്ട. അതുപോലെ വീട്ടിൻ്റെ ഉള്ളിലിരുന്ന് സൂപ്പറായിട്ട് ഇത് തയ്ച്ചിടാൻ പറ്റും. ഇനി ഞാൻ ചുരിദാർ വെട്ടുന്ന മെത്തേഡ് ഒരു ഏകദേശം ഞാൻ ഒരു പേപ്പറിൽ വെട്ടി കാണിക്കാം. അത് നിങ്ങൾ കറക്റ്റ് ക്ലിയർ ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. എന്നിട്ട് നിങ്ങൾ പോയി യൂട്യൂബ് വീഡിയോ കണ്ടതിന് ശേഷം, അപ്പം ഞാൻ ഈ പറഞ്ഞത് നിങ്ങളുടെ മെമ്മറി കാണണം, എന്നിട്ട് പോയി നിങ്ങളൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കിക്കോ. ഇന്ന് തന്നെ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളൊരു യൂട്യൂബ് വീഡിയോയും കൂടെ എടുത്ത് സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഉള്ള വീഡിയോസ് കാണുക. എന്നിട്ട് നിങ്ങൾ ചുരിദാർ തയ്ച്ചിടുക.
ഇത്രയൊക്കെ എനിക്ക് തുടക്കത്തിൽ പറയാനുള്ളൂ. ഇനി നമുക്ക് ഞാനൊരു സ്റ്റിച്ചിങ്ങിൻ്റെ ഏകദേശം ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരാം. മൊത്തം കട്ടിങ്ങൊന്നും കാണിക്കുന്നില്ല, ഏകദേശം അറിയാവുന്നവർക്കും തയ്യലിനോട് ഇഷ്ടമുള്ളവർക്കും മനസ്സിലാവും. ഓക്കെ, ഈ കട്ട് ചെയ്ത ഡ്രസ്സ് അടുത്ത വീഡിയോയിൽ ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാവേ. ഇത് ഞാൻ പേപ്പറിലാണ് കട്ട് ചെയ്ത് കാണിക്കാൻ പോകുന്നത്, വരച്ച് കാണിക്കുന്നത്. ഇത് നിങ്ങൾ 4ആക്കി ഒരു തുണി മടക്കുന്നതായിട്ട് സങ്കല്പിക്കുക. ഇങ്ങനെ മടക്കുക, അല്ലാതെ വട്ടം ആദ്യം മടക്കരുത്. അപ്പോൾ നമുക്ക് ബാക്കും ഫ്രണ്ടും കറക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഇതുപോലെ മടക്കേണ്ടത്. കണ്ടോ, ബാക്ക് വശത്തിൻ്റെ മുകളിലോട്ട് ഫ്രണ്ട് വശത്തെ പീസ് കൊണ്ട് മടക്കി വെക്കുന്ന പോലെ 4ആക്കി മടക്കിയെടുക്കുക. ഫോൾഡർ ചെയ്തെടുത്ത് പിന്നെ ഓപ്പണുള്ള ഭാഗം അപ്പുറത്തെ സൈഡാണ്. ഓപ്പൺ ഇല്ലാത്ത ഭാഗത്ത് വേണം നമ്മൾ ഷോൾഡർ വരച്ചെടുക്കാൻ. ഈ 2 പീസ് വരുന്ന ഭാഗത്ത് ഇവിടെ വേണം നമ്മൾ ഷോൾഡർ ഇതാക്കാൻ, ഇപ്പുറ വശമല്ല. ഇനി സാധാരണ ഷോൾഡർ 7 ഇഞ്ചാണ് നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തുന്നത്. ചെറിയ കുട്ടികളാണെങ്കിൽ 5 ഒക്കെ മതി. 7 ഇഞ്ച് ഒരു വണ്ണമുള്ളവരും അത്യാവശ്യം ഹൈറ്റുള്ളവരും എല്ലാവരും 7 ഇഞ്ച് ഷോൾഡർ അടയാളപ്പെടുത്തുക. അതുപോലെ തന്നെ നെക്കിൻ്റെ അകലം 2.5 ഇഞ്ച്. 2.5 ഇഞ്ച് ഒരു കാരണവശാലും കൂടരുത്. ഒരു അത്യാവശ്യം വണ്ണമുള്ളവർക്കൊക്കെ ഒരു 3 ഇഞ്ച് ഇടാം. ബാക്ക് വശം ഇഷ്ടമുള്ളത്ര ഇറക്കുക. 3 ഇഞ്ച് ഇറക്കുകയെങ്കിൽ ബാക്കിനൊക്കെ 3 ഇഞ്ച് ഇറക്കം കൊടുക്കുക. ഫ്രണ്ടിനൊക്കെ ഒരു 6 അല്ലെങ്കിൽ 7 ഇഞ്ച് ഇറക്കം കൊടുക്കുക. പിന്നെ ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു 1/2 ഇഞ്ച് താത്ത് ഒരു ചെറുതായിട്ടൊന്ന് സൈഡിലോട്ട് വരച്ച് കൊടുക്കുക. 1/2 ഇഞ്ച് ഷോൾഡർ റെഡിയാകാൻ വേണ്ടി. അത് കഴിഞ്ഞ് ആം ഹോള് ഒരു 6.5 അല്ലെങ്കിൽ 7 ഇഞ്ച് അതിന് മുകളിലോട്ട് കൊടുക്കരുത്. ആം ഹോള് അതിൻ്റെ കോൺ കൂട്ടി ഒരു 1.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. 1.5 ഇഞ്ച് അതിന് ശേഷം ഇങ്ങനെ വളച്ച് വരയ്ക്കുക. അങ്ങനെ ആം ഹോൾ റെഡിയായി. അതിനുശേഷം ചെസ്റ്റ് വണ്ണം, നമ്മുടെ നെഞ്ചളവാണ് അടയാളപ്പെടുത്തുന്നത്. ഒരു 30 ഇഞ്ച് വണ്ണമുള്ള ഒരാളുടെ നെഞ്ചളവാണ് നമ്മൾ നോക്കുന്നത്. 30ൻ്റെ കൂടെ 6 കൂട്ടണം. 6 കൂട്ടിയതിന് ശേഷം 36 ഡിവൈഡ് 4. 36നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതിനുശേഷം ഒരു 1 ഇഞ്ച് കൂടുതൽ കൊടുക്കുക. 9 പിന്നെ +1 അത് തയ്യൽ തുമ്പ്. അത് സാധാ സ്ഥിരമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിൽ ആ 1 ഇഞ്ചിൻ്റെ ആവശ്യമില്ല. ഇത് ആദ്യമായിട്ട് പഠിക്കുന്നവർക്ക് വണ്ണം കുറഞ്ഞ് പോകണ്ട എന്നുള്ള ലെവലിലാണ് 1 ഇഞ്ച് കൂട്ടി കൊടുക്കുന്നത്. അതുപോലെ ഷോൾഡറിൻ്റെ അവിടുന്ന് താഴോട്ട് ഷേപ്പ് അതൊരു 13.5 ഇഞ്ച് അടയാളപ്പെടുത്തുക ഷേപ്പ്. അതിനുശേഷം അതുപോലെ തന്നെ മുകളിൽ നമ്മൾ അടയാളപ്പെടുത്തിയതുപോലെ തന്നെ 24 ഇഞ്ച് വണ്ണം, അതിൻ്റെ കൂടെ 6 കൂട്ടി അത് 30 ഡിവൈഡഡ് 4 7.5. അതുപോലെ തന്നെ തയ്യൽ തുമ്പ് +1 അങ്ങനെ 8.5 കിട്ടി. 8.5 അങ്ങനെ അടയാളപ്പെടുത്തി. ഇനി സ്ലിറ്റ് അടയാളപ്പെടുത്തുന്നത്. സ്ലിറ്റ് വണ്ണം ഷോൾഡറിൻ്റെ അവിടുന്ന് ഒരു താഴേക്ക് 21 ഇഞ്ച് ഇറക്കം കിട്ടിയാൽ മതി. അത്യാവശ്യം എല്ലാവർക്കും 21 ഇഞ്ച് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ പൊക്കം കുറഞ്ഞവരാണെങ്കിൽ ഒരു 19 അത്രയൊക്കെ വരും. 19 അതിനനുസരിച്ച് 21 കറക്റ്റായിരിക്കും. എന്നിട്ട് ഈ വീതി സ്ലിറ്റ് വണ്ണം വരുന്നത് ഈ നമ്മൾ ചെസ്റ്റ് അളവ് എത്രയാണോ അടയാളപ്പെടുത്തിയത് ആ സെയിം അളവ് തന്നെയാണ് സ്ലിറ്റിന് വരുന്നത്. ബാക്കൊക്കെ ഒരു ഇച്ചിരി വണ്ണം കൂടുതലുള്ളവരാണെങ്കിൽ, കൂടുതലെന്ന് പറഞ്ഞാൽ അത്യാവശ്യം കൂടുതലുള്ളവർക്ക് മാത്രം 1 ഇഞ്ചും കൂടെ കൂട്ടി കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഈ മുകളിൽ അടയാളപ്പെടുത്തിയ സെയിം 9 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതിനപ്പുറത്തൊക്കെ തയ്യൽ തുമ്പൊരു 1 ഇഞ്ചും കൂടെ അടയാളപ്പെടുത്തുക. അത്രയേ ഉള്ളൂ. ഇതാണ് കറക്റ്റ് സ്ലിറ്റ് ചുരിദാർ വെട്ടുന്നതിൻ്റെ രീതി. മെത്തേഡ് അവിടെ കഴിഞ്ഞു. ഇനി ഏറ്റവും ലാസ്റ്റ് അതിൻ്റെ അടിവശത്ത് ഒരു 1/2 ഇഞ്ച് ഒരു ചെറിയ ഒരു ചെരിവ് കൊടുക്കുക. കാരണം ഈ സൈഡ് തൂങ്ങാതിരിക്കാൻ വേണ്ടിയാണ്. അത് ഇഷ്ടമുള്ള പോലെ ചെയ്ത് കൊടുക്കുക. ഒത്തിരി വേണ്ട, 1/2 ഇഞ്ച് കൃത്യം 1/2 ഇഞ്ച് ചെരിച്ച് വെട്ടുക. ഒരു സ്ലിറ്റ് ചുരിദാർ വെട്ടുന്നത് കറക്റ്റ് ഇത്രയും കേസേ ഉള്ളൂ. അതിനുശേഷം അതിൻ്റെ സ്ലീവ് വെട്ടിയെടുക്കേണ്ടത് ഇതിൻ്റെ ഏറ്റവും മേൽഭാഗത്തു നിന്ന് ആ ഓപ്പൺ ഇല്ലാത്ത ഭാഗത്തു നിന്ന് ഒരു 5 ഇഞ്ച് ഇറക്കം, ഹാഫ് കൈയാണ് വെട്ടുന്നതെങ്കിൽ ഒരു 6 ഇഞ്ച്, മേളിൽ 1/2 ഇഞ്ച്, താഴെ 1 ഇഞ്ച്, ലൈനിങ് ഇല്ലെങ്കിൽ 1 ഇഞ്ചും കൂടെ കൂട്ടി 1.5 ഇഞ്ച് കൂടുതൽ ഇറക്കത്തിൽ വെട്ടി എടുക്കുക. നമ്മൾ ഇനി ഇത് കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ ബാക്ക് പീസ് ഫ്രണ്ട് പീസ് അങ്ങനെ 2 പീസ് കിട്ടുന്നു. പിന്നെ അതുപോലെ തന്നെ സ്ലീവും, ഇതാണ് ബാക്ക് പീസ്, അത് ഫ്രണ്ട് പീസ്. ഇനി നമ്മൾ ഈ സ്ലിറ്റ് അല്ലാത്ത എ ലൈൻ സെയിം
കട്ടിങ് തന്നെയാണ്. സ്ലിറ്റ് നമ്മൾ ചെയ്യുന്നില്ല എന്ന് വെക്കുക. ഒരു എ ലൈനാണ് ചെയ്യുന്നതെങ്കിൽ എ ലൈൻ ഫ്രോക്ക് സ്ലിറ്റ് ഇല്ലാതെ, അത് ചുരിദാറാണേലും എ ലൈനായിട്ട് കുർത്തി തയ്ക്കുമല്ലോ, അതുപോലെയാണെങ്കിൽ ആ സ്ലിറ്റിൻ്റെ ആ ഭാഗത്ത് നമ്മൾ വണ്ണം മേളത്തെ ചെസ്റ്റ് വണ്ണമല്ലേ കൊടുത്തത്, അതിനെക്കാട്ടിലും ആ സ്ലിറ്റിൻ്റെ ആ കറക്റ്റ് അളവിൽ നിന്ന് ഒരു ഇഞ്ചും കൂടെ കൂട്ടി, ഒറ്റ ഇഞ്ചും കൂടെ കൂട്ടി സൈഡിലോട്ട് ചെറുതായിട്ട്, ഒത്തിരി വിരിഞ്ഞു കൊടുക്കരുത്, കുർത്തിക്ക് ഒത്തിരി വിരിവ് കൊടുക്കരുത്. അതുപോലെ ഒന്ന് ഇത് കണ്ടോ, ഇപ്പോൾ ഇതുപോലെ സ്ലിറ്റ് ഇല്ലാത്ത രീതിയിൽ വെട്ടിയെടുക്കാം. പിന്നെ 3/4 ഫുൾ കൈയോ ആണെങ്കിൽ ഇങ്ങനെ വട്ടം വെട്ടാതെ ഇതുപോലെ സ്ലീവ് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഇങ്ങനെ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ നടുക്കിൽ കൂടെ, അതായത് സെൻറ്റർ ഭാഗത്ത് നിന്ന് ഒരു അടിപ്പ് വരും, അത്രയേ ഉള്ളൂ. ആ അടിപ്പ് വരുന്നതിന് 4 പീസായിരിക്കും ഇത് സെൻറ്റർ ഭാഗത്ത് നിന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് എ ലൈനൊരു ചുരിദാറും ഓക്കെ കിട്ടി. ഇനിയാണ് കാണേണ്ടത് ഈ എ ലൈൻ കുർത്തി തയ്ച്ചേക്കുന്ന ഈ പാറ്റേൺ, ആ സെയിം പാറ്റേൺ നമ്മൾ ഇച്ചിരി ഇറക്കമുള്ള ഒരു മാക്സി ക്ലോത്തിലോട്ട് വെക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ എ ലൈൻ പഠിച്ചല്ലോ, ഈ സ്ലിറ്റ് ചുരിദാർ തന്നെയാണ് പഠിച്ചേക്കുന്നത്, അതിൻ്റെ അവിടുന്ന് ഇച്ചിരി ഒരു അല്പം വിരിവും കൂടെ ഇട്ടിട്ട് മാക്സി ഒരു 54 ഇഞ്ചൊക്കെ ഇറക്കത്തിൽ, അവനവൻ്റെ എത്രയാണ് ഇറക്കം ആ ഇറക്കത്തിനനുസരിച്ച് ഇത്രയും നീളത്തിൽ വെട്ടി ഹാഫ് കൈയും വെട്ടിയെടുത്താൽ നമുക്ക് മാക്സിയായി. അപ്പം മാക്സിയും വെട്ടുന്ന എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായല്ലോ. എ ലൈൻ നൈറ്റിയാണേ, അല്ലാതെ ഞുറുവുള്ളതല്ല. എ ലൈനായിട്ട് തയ്ക്കുന്ന ഒരു നൈറ്റി വെട്ടാൻ നമ്മൾ പഠിച്ചു. അതേ മാക്സിയുടെ ഇച്ചിരി വീതിയുള്ള തുണിയിൽ ഒരു 56 ഇഞ്ച് പിന്നെ വീതിയുള്ള ഇറക്കമുള്ള ഇതിൽ വീതിയുള്ള തുണിയിൽ അതുപോലെ ഇച്ചിരി വിരിവ് കൂട്ടി, മാക്സിയെക്കാട്ടിലും കണ്ടോ ഒരല്പം കൂടി വിരിവ് കൂട്ടി ഇങ്ങനെ ഫ്ലെയറായിട്ട് വെട്ടിയെടുത്താൽ ഒരു ഏകദേശം എന്താ പറയുക, ഒരു ഫുൾ ഗൗണെന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ നമുക്കിതിനെ ഒരു എ ലൈൻ പർദ്ദ എന്ന് പറയാം. എ ലൈൻ പർദ്ദയുടെയൊക്കെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഇത് തന്നെയാണ് സെയിം. ഇതാണ് അതിൻ്റെ കട്ടിങ്. ഇത് കണ്ടോ ഫുൾ കൈ വരുന്നത് കണ്ടോ. ഈ മോഡലിൽ പർദ്ദയുടെ കൈ കൊടുക്കാം ഇഷ്ടത്തിനനുസരിച്ച്. അതിൻ്റെ താഴോട്ടൊക്കെ ബാലൻസ് തുണി വരും, അതെടുത്ത് ഏറ്റവും അറ്റത്ത് ഫ്രില്ല് പിടിപ്പിക്കാം, അങ്ങനെ എന്ത് വേണേ. അപ്പം നമ്മൾ ഗൗണും എ ലൈനായി, ഇതുപോലെ തന്നെ പർദ്ദ റെഡിയായില്ലേ. അടിവശത്തൊക്കെ എന്തെങ്കിലും വർക്കൊക്കെ കൊടുത്താൽ ഓക്കെ. അപ്പം നമ്മൾ ഒരു പർദ്ദയ്ക്ക് വെട്ടുന്നതിന് മാത്രം ഇത്ര രൂപ അതൊന്നും കൊടുക്കേണ്ടി വരുന്നില്ല. നമ്മൾ ഈ ഒരൊറ്റ സ്ലിറ്റ് ചുരിദാർ കട്ട് ചെയ്തതിൽ നിന്നാണ് നമ്മൾ ഇത്രയും നമ്മൾ പഠിച്ചേക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ഇപ്പം എന്താ പറയുക, ലേസ് അല്ലെങ്കിൽ നമ്മൾ ബീഡ്സ് വർക്ക്, സ്റ്റോൺ വർക്ക്, അങ്ങനെ എന്തെങ്കിലും കൈത്തയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഷീനിലാണെങ്കിലും തയ്ച്ചും ചെയ്തും പിറക്കി ഒട്ടിക്കാം. ഗമ്മ് കിട്ടും നല്ല ഒന്നാന്തരമായിട്ട്. പിന്നെ സ്റ്റോണൊക്കെ മേടിച്ച് ഒട്ടിച്ചൊക്കെ കൊടുത്താൽ നമ്മൾ 2500, 3000, 4000 രൂപയ്ക്കൊക്കെ നമ്മൾ വെളിയിൽ നിന്ന് കടയിൽ നിന്ന് മേടിക്കുന്ന പോലത്തെ പർദ്ദ തയ്ച്ചിടാം, അല്ലെങ്കിൽ ഗൗണ് തയ്ച്ചിടാം. ഇത്രയേ ഉള്ളൂ. ഒരു എ ലൈൻ സ്റ്റിച്ചിങ് നമുക്ക് മനപ്പാടം ബൈ ഹാർട്ട്, നമ്മുടെ ഉള്ളിൽ അത് കറക്റ്റായാൽ, വെട്ടുന്നത് എങ്ങനെയെന്ന് മെഷർമെൻറ്റ് കറക്റ്റ് കിട്ടിയാൽ, ഇപ്പം നമുക്ക് ഏതൊക്കെ നൈറ്റി പഠിച്ചു, എ ലൈൻ കുർത്തി പഠിച്ചു, അതുപോലെ തന്നെ ഇതേ പർദ്ദ, ഗൗണ്, ഇതെല്ലാം തയ്ക്കാം. ഇനി മറ്റൊരു സംഭവം എന്നാന്ന് ചോദിച്ചാൽ, ഇതേ കട്ടിങ് വെച്ച് തന്നെ ഇനി വേറെ എക്സ്ട്രാ നമ്മൾ പഠിക്കാൻ പോകേണ്ട കാര്യമില്ല. ഒരു ഫ്രോക്ക് തയ്ക്കണമെങ്കിൽ ഒരു അംബർല, ഈ സെയിം എ ലൈൻ്റെ ഒരു അംബർല ഫ്രോക്ക്, ഇത് എങ്ങനെയാണ് തയ്ക്കുന്നതെന്നുള്ളത്, ഫ്രോക്കാകാം അല്ലെങ്കിൽ അംബർല ചുരിദാർ എങ്ങനെയാണ് തയ്ക്കുന്നതെന്നുള്ളത്, അതും ഈ ഒരു പാറ്റേണിൽ തന്നെ നമുക്ക് വെട്ടി എടുക്കാം. പിന്നെ ഇതിൻ്റെ ഷോൾഡറിൻ്റെ അവിടുന്ന് താഴോട്ടൊരു 14 ഇഞ്ച് ഇറക്കാം, 14 10, ചെറിയ ഫ്രോക്കൊക്കെ ആണെങ്കിൽ ഒരു 10 ഇഞ്ച്, വലിയവർക്കാണെങ്കിൽ ഒരു 14 ഇഞ്ച് ഇറക്കത്തിൽ ഇങ്ങനെ വട്ടം വരയ്ക്കണം. ഇങ്ങനെ വട്ടം നമ്മൾ വരയ്ക്കുക. ഈ സ്ലിറ്റ് ചുരിദാറിൻ്റെ താഴെ 1/2 ഇഞ്ച് കയറ്റി വരച്ചതുപോലെ അതിൻ്റെ സൈഡ് വശത്തിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് സൈഡിലോട്ട് ചെരിച്ച് വെക്കുക, അല്ലെങ്കിൽ ഈ സൈഡ് തൂങ്ങാതിരിക്കാൻ അങ്ങനെ വെക്കുന്നത്. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇത് എല്ലാം ഒരേ തയ്യലിൻ്റെ ഒരേ ഇതാണെന്ന് മെത്തേഡാണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ വെട്ടിയെടുത്തത്. ഇനി അപ്പോൾ ഇത് യോക്ക് പോർഷൻ കിട്ടി. ഇപ്പോൾ ഒരു ഫ്രോക്കാണ് നമ്മൾ തയ്ക്കുന്നതെങ്കിൽ നമ്മൾ ആ തയ്ച്ച എ ലൈൻ ഫ്രോക്കിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് യോക്ക് പോർഷൻ കിട്ടി. ഇനി അതിൻ്റെ താഴ്ഭാഗത്ത് ഒരു അംബർല മോഡലിൽ വെട്ടിയെടുത്ത് കഴിയുമ്പോൾ ആ യോക്ക് പോർഷന് അംബർലയിലോട്ട് വെച്ച് കൊടുക്കുമ്പോൾ ഒരു അംബർല ഫ്രോക്കായിട്ട് അവിടെ മാറി. ഇനി ഈ അംബർല ഫ്രോക്ക് പഠിക്കാൻ വേണ്ടി മാത്രമായിട്ട് നമ്മൾ മെനക്കെടേണ്ട കാര്യമില്ല. അംബർല, ഇത് ഈ അംബർല താഴ്ഭാഗത്ത് ഈ മിടി പോലെ വെട്ടിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്ത് കാണിക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ ലാസ്റ്റ് ഭാഗം വരെ കണ്ടാൽ ഇത് അത്യാവശ്യം നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ അംബർല ഫ്രോക്ക് ഓക്കെ. ഇനി താഴ്ഭാഗത്ത് ഞുറുവുള്ള നമ്മളൊരു ആ യോക്ക് പോർഷൻ്റെ താഴത്തേക്ക് ഇതുപോലെ ഞുറുവുള്ള തുണി വെച്ച് കൊടുത്താൽ, ഞുറ് വിട്ടിട്ട് അതേ സെയിം തുണി തന്നെ ഞുറ് വിട്ട് വെച്ച് കൊടുക്കുമ്പോൾ നമ്മളെ സാധാരണ പ്ലീറ്റഡ് ഫ്രോക്ക്,
അത് ഫുൾ ഗൗണ് പോലെ പ്ലേറ്റഡ് ഇട്ട് തയ്ക്കാം, പിന്നെ ഹാഫായിട്ട് പ്ലേറ്റഡ് തയ്ക്കാം. ഇങ്ങനെ കുടുക്ക കൈയോ അല്ലെങ്കിൽ എന്തെങ്കിലും. ഇതിപ്പോൾ ഹാഫ് കൈ നമ്മൾ ഓൾറെഡി ഉള്ള കൈ വെച്ച് കാണിച്ചെന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ അംബ്രല്ല ഫ്രോക്ക് അതിൽ ചെയ്യാമെന്ന് മനസ്സിലാക്കി. അതുപോലെ പ്ലീറ്റഡ് ഫ്രോക്ക് ചെയ്യാമെന്ന് മനസ്സിലായി. ഇതുണ്ട്, ഫുൾ സ്ലീവ് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. അപ്പം ഇതിങ്ങനെ ഫുൾ സ്ലീവ് വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ കൺസെപ്റ്റ് ചെയ്യേണ്ടത് ഈ അംബ്രല്ല പിന്നെ നമ്മുടെ അനാർക്കലിയൊക്കെ പോലെ ഇങ്ങനെ ഈ ഫുൾ 3/4 ചുരിദാറായിട്ട് തയ്ക്കത്തില്ലേ, അതുപോലെ നമുക്ക് 3/4 കയ്യും വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ അങ്ങനെ ഒരു ലെവല് ആ ഒരു ചുരിദാറാക്കാം, അംബ്രല്ല ചുരിദാർ. ഇത് ഫ്രോക്ക് വേണമെങ്കിൽ തയ്ക്കാം, ചുരിദാറാക്കാം. പിന്നെ ഇതുപോലെ ഈ താഴത്തെ ഈ ഒരു അംബ്രല്ല വെട്ടിയെടുത്തതിൻ്റെ അകത്ത് ഇതുപോലൊരു പടി, ഇതിപ്പം പേപ്പറിലായതുകൊണ്ട് ഇത് കറക്റ്റ് വരാത്ത, തുണിയിലാകുമ്പം അത് നല്ല ഫ്ലെക്സിബിളായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ മേൽഭാഗത്തായിട്ട് ഇതുപോലൊരു പടി, എലാസ്റ്റിക്കോ അല്ലെങ്കിൽ ഒരു കൊളുത്തോ ഹുക്കോ എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ടേ മിടിയായി. ഇതിൻ്റെ മേളിലോട്ടൊരു ടോപ്പ് ഉണ്ടെങ്കിൽ സുഖമായിട്ടിടാം. അങ്ങനെ മിടി പഠിക്കാനും എക്സ്ട്രാ നമ്മൾ പോകണ്ട. ഇതാണ് പറഞ്ഞത്. തയ്യലിൻ്റെ ഒരു ഭാഗം മനസ്സിലാക്കിയാൽ നമുക്ക് ഏത് മോഡൽ കണ്ടാലും നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. അതൊന്ന് തെളിയിക്കാൻ വേണ്ടി മാത്രമാണ്. അതായത് തുടക്കക്കാർക്ക്, നന്നായിട്ട് തയ്ക്കുന്നവരെ ഉദ്ദേശിച്ചല്ല ഞാൻ ഈ വീഡിയോ ഇട്ടേക്കുന്നത്. വീട്ടിൽ ഇരുന്ന് തയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ വീട്ടിൽ ഇരുന്ന് നമുക്കിത് ചെയ്യാമെന്ന് ഞാൻ ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. ഇപ്പോൾ ഇതേ അംബ്രല്ല, താഴോട്ടുള്ള അംബ്രല്ല മിടി വെട്ടുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. 4ആയിട്ട് ഒരു തുണി മടക്കി അതിനെ കോണായിട്ട് മടക്കി അരവണ്ണം എത്രയാണോ അതിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടെ കൂട്ടി അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് അവിടെ അടയാളപ്പെടുത്തുക. അത് നമുക്ക് യൂട്യൂബ് വീഡിയോസ് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇതുപോലെ കറക്റ്റ് മെഷർമെൻറ്റൊക്കെ അവർ പറഞ്ഞു തരും. ഇതിൽ അത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലെങ്തായി പോകും. അതുകൊണ്ടാണ് ഇതുപോലെ പറയുന്നത്. ഈ അടിഭാഗം ഇതുപോലെ ഇറക്കം എത്രയാണോ അതിലും 1 ഇഞ്ച് കൂട്ടി ഇതുപോലെ ചെരിച്ച് വെട്ടിക്കൊടുത്താൽ മതി. അങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്കൊരു അംബ്രല്ല മിടിയായി. അല്ലെങ്കിൽ നമ്മൾ അംബ്രല്ല ചുരിദാറിൻ്റെ താഴ്ഭാഗത്ത് വെക്കുന്ന ഒരു പോർഷൻ നമുക്ക് കിട്ടി. ഇതിപ്പം ഈ ഒരു ഭാഗം നമ്മൾ ആ ലൈൻ ഫർദൊക്കെ വെട്ടിയതുപോലെ സ്ലിറ്റഡ് ചുരിദാറിൻ്റെ 14 ഇഞ്ച് ഇറക്കത്തിൽ നിന്ന് അത്രയും വെട്ടിയെടുത്തിട്ട് ഈ താഴ്ഭാഗം പിടിപ്പിച്ച് കൊടുത്താൽ അംബ്രല്ല ചുരിദാർ. ഇനി ഇത് സ്റ്റിച്ച് ചെയ്ത് ലാസ്റ്റ് നമ്മൾ ഇത് സ്ലീവും ഇതും എല്ലാം കൂടെ ഷേപ്പ് അടിച്ച് എടുക്കുന്ന ടൈമിൽ ഇതിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെയാണ് കറക്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. എന്ത് സംശയമുണ്ടെങ്കിലും കുറവുകളുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വരും. അതുവരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഓൾ.